സാങ്കേതിക വിദ്യയിൽ ലോകത്തെ നായകന്മാരാണ് ജപ്പാൻ. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് അനുഭവിക്കാൻ ആളില്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ജപ്പാൻ. ജപ്പാനിൽ താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം കൂടി വരികയാണ്. പുതിയ കണക്കുകൾ പ്രകാരം 90 ലക്ഷം വീടുകളാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നിലവിലുള്ള വീടുകളിൽ 14% ആരും താമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ജപ്പാനിലെ ജനനനിരക്ക് കുറയുന്നത് തന്നെ. താമസിക്കാൻ ആൾ വേണ്ടേ? ആരും താമസിക്കാനില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വീടുകളെ അകിയ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ജപ്പാൻ്റെ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു ഇത്തരം വീടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടോക്കിയോ, ഓട്ടോ തുടങ്ങിയ വലിയ നഗരങ്ങളിലും ഇത്തരം വീടുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ ആകെ താമസിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ജപ്പാനിലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ എണ്ണം. ഇതിൽ നിന്ന് ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാം. ജപ്പാനിലെ ജനസംഖ്യ ക്രമാതീതമായി കുറയുന്നതിൻ്റെ സൂചനയാണിതെന്ന് ചിബയിലെ കാനഡ യൂണിവേഴ്സിറ്റി ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജപ്പാനിൽ പ്രായമാകുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതേസമയം ജനന നിരക്കാകട്ടെ ഗണ്യമായി കുറയുന്നു. അനന്തരാവകാശികളില്ലാതെ, താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ് അകിയകൾ. നഗരത്തിലേക്ക് മാറി താമസിച്ച യുവതലമുറയിൽ ഒരു വിഭാഗം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുമില്ല. പൊതുഗതാഗതം, ആശുപത്രി സംവിധാനം തുടങ്ങിയവയുടെ അഭാവവും ഗ്രാമങ്ങളിലെ വീടുകളിൽ നിന്ന് യുവതലമുറയെ അകറ്റുന്നു. ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ വാങ്ങാൻ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. എന്നാൽ ഈ വീടുകൾ വാങ്ങാൻ വിദേശികൾക്കും കടമ്പകളേറെയാണ്. കുറേ നിയമക്കുരുക്കുകളുണ്ട്. ജാപ്പനീസ് സംസാരിക്കാൻ അറിയാത്ത, ജാപ്പനീസ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് വീട് വാങ്ങൽ വലിയ ബുദ്ധിമുട്ടാകും. ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് വീടുകൾ ലഭിക്കാനും പോകുന്നില്ല. 2023 കണക്ക് പ്രകാരം ജപ്പാനിൽ ജനന നിരക്ക് തുടർച്ചയായ 8ാം വർഷവും കുറഞ്ഞു തന്നെ തുടരുകയാണ്. 1.3 നിലവിലെ ജനന നിരക്ക്. സുസ്ഥിര ജനസംഖ്യയ്ക്ക് ജനനനിരക്ക് 2.1 ഉയരേണ്ടതുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞു തന്നെ തുടരുകയാണ്. ചുരുക്കത്തിൽ, നമ്മൾ ജനനനിരക്ക് കുറയ്ക്കുന്നു, ജപ്പാൻ കൂട്ടാൻ ശ്രമിക്കുന്നു.